ഹലോ സുസാമൻ, A1-ൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ജർമ്മൻ ഗ്രാമറിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. ഒരു സെൻറ്റൻസ് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് കിട്ടേണ്ട ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് നമുക്ക് ആദ്യം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ആ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഏതുതരം സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേമ സീബനാണ്. 7ാമത്തെ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മൻ സെൻറ്റൻസുകളെ കുറിച്ചാണ്, അഥവാ ജർമ്മൻ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ്. ആകെ 3 തരം സെൻറ്റൻസുകളാണ് നമുക്കിപ്പോൾ ജർമ്മനിൽ പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഔസാഗെ, വേഫ്രാഗെ, യാനൻ ഫ്രാഗെ. ഔസാഗെ മീൻസ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു ഉത്തരവായിരിക്കും. ഓക്കെ. വേഫ്രാഗ് എന്ന് പറഞ്ഞാൽ WH ക്വസ്റ്റ്യൻ. യാനൈൻ ഫ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇംഗ്ലീഷിലും ഉണ്ടല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ 3 ടൈപ്പ് സെൻറ്റൻസുകളുടെയും സ്ട്രക്ചർ നോക്കിയാലോ. ആദ്യം തന്നെ ഔസാഗയുടെ സ്ട്രക്ചർ. സുബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പുങ്ക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പുങ്ക്റ്റ്. ഇവിടെ ആദ്യം സബ്ജക്റ്റ് വരുന്നു, അതിനുശേഷം വെർബ് വരുന്നു, അതിനുശേഷം പുങ്ക്റ്റ് മീൻസ് പോയിൻറ്റ്. അവിടെ ചിലപ്പോൾ ഒരു ടൈം ഇൻഡിക്കേഷൻ വന്നേക്കാം, ചിലപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നേക്കാം, അങ്ങനെ എന്ത് കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വരാം. ഇനി ഒബ്ജക്റ്റ് വരും, അതിനുശേഷം ഒബ്ജക്റ്റ്, അതിനുശേഷവും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കും. പ്ലസ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഔസാഗെ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. സുബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പുങ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പുങ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാവും കേട്ടോ. വേഫ്രാഗെ WH ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. വേവോർട്ട് പ്ലസ് വെർബ് പ്ലസ് സുബ്ജക്റ്റ് പ്ലസ് പുങ് പ്ലസ് ഫ്രാഗറ്റൈസേഷൻ മീൻസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു വേവോർട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. വേവോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലെ WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, മീൻസ് വാട്ട്, വെയർ, ഹൂ എന്നൊക്കെ പറയുന്ന അതിനാണ് വേവോർട്ട് എന്ന് പറയുന്നത്. ആദ്യം ഒരു വേവോർട്ട് വരുന്നു, അതിനുശേഷം ഒരു വെർബ് ഇടുന്നു, അതിനുശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്, അതിനുശേഷം ടൈം, ഒബ്ജക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനി യാനൈൻ ഫ്രാഗെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെർബ് വെച്ചാണ്. വെർബ് പ്ലസ് സുബ്ജക്റ്റ് പ്ലസ് പുങ് പ്ലസ് ഫ്രാഗറ്റൈസേഷൻ. നമുക്കറിയാം ഇംഗ്ലീഷിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെർബ് വെച്ചിട്ടാണ്, അതേപോലെ തന്നെയാണ് ജർമ്മനിലും വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം ഒബ്ജക്റ്റ്, എന്തെങ്കിലും ടൈം വരാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അപ്പോൾ ഇതാണ് ഈ 3 സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ആദ്യം ഔസാഗയുടെ എക്സാമ്പിൾസ് നോക്കാം. ഔസാഗ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൈഷ്പീലെ എന്ന് പറയുന്ന എക്സാമ്പിൾസ് എന്നാണ് കേട്ടോ മീനിങ്. ഇനി ഔസാഗയുടെ സ്ട്രക്ചർ എന്താണെന്ന് ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. ഇഷ് ബിൻ ടോം ഷ്മിറ്റ്, ഐ ആം ടോം ഷ്മിറ്റ്, ഞാൻ ടോം ഷ്മിറ്റ് ആകുന്നു. അവിടെ ഇഷ് എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നോക്കിയാൽ അവിടുത്തെ റൂൾ നോക്കിയാൽ ഫസ്റ്റ് സബ്ജക്റ്റ് വന്നു, ഇഷ് വന്നു, ബിൻ എന്ന് പറയുന്ന അവിടുത്തെ വെർബാണ്, അതിനുശേഷം ഒബ്ജക്റ്റ് വന്നു, അഥവാ ടോം ഷ്മിറ്റ് എന്ന് പറയുന്ന ഒരാളുടെ പേര് വന്നു, ഞാൻ ടോം ഷ്മിറ്റ് ആകുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഇഷ് എസ് എ ഐനൻ ആപ്പിൾ. ഇഷ് മീൻസ് ഐ, എസൻ ഈറ്റ്, ഐനൻ വൺ ആപ്പിൾ. ആപ്പിൾ ഐ ഈറ്റ് ആൻ ആപ്പിൾ, ഞാനൊരു ആപ്പിൾ കഴിക്കുന്നു. അവിടെ ഇഷ് എന്ന് പറയുന്ന അവിടുത്തെ സബ്ജക്റ്റാണ്, എസ് എ എന്ന് പറയുന്ന അവിടുത്തെ വെർബാണ്, ഐനൻ ആപ്പിൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒബ്ജക്റ്റാണ്. ഐനൻ മീൻസ് ആനാണ്, അപ്പോൾ അതൊരു ഒബ്ജക്റ്റാണ് കേട്ടോ ഐനൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. മൈൻ ഔട്ടോ ഇസ്റ്റ് BMW, എൻ്റെ കാറ് BMW ആണ്. അപ്പോൾ അവിടെ നോക്കിയാലോ, മൈൻ ഔട്ടോ എൻ്റെ കാറാണ് അവിടുത്തെ സബ്ജക്റ്റ്. അതിനുശേഷം വെർബ് വരുന്നു, ഈസ്റ്റ് വെർബ് വരുന്നു, അതിനുശേഷം BMW വരുന്നു, അതാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണൊരു ബേസിക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ കുറച്ച് വെക്കാബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ച് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യാനൈൻ ഫ്രാഗയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. യാനൈൻ ഫ്രാഗയുടെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം വന്നിട്ട് ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. ഹാബൻ സി ഐൻ ഔട്ടോ, ഡു യു ഹാവ് എ കാർ. ഹാബിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചേക്കുന്നത്? ഹാവ്. ഡു യു ഹാവ് എ കാർ, താങ്കൾക്ക് ഒരു കാറ് ഉണ്ടോ. ഗെറ്റ്സ് ടു യെറ്റ്സ്റ്റ്, ആർ യു ഗോയിങ് നൗ, നീ ഇപ്പോൾ പോകുന്നുണ്ടോ. ഇവിടെ ദു ഫോമാണ് യൂസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നീ എന്ന് പറയാൻ കാരണം. ഗെറ്റ്സ് ടു യെറ്റ്സ്റ്റ്, നീ ഇപ്പോൾ പോകുന്നുണ്ടോ. അവിടെയും വെർബ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി അടുത്തത്, ഇസ് സി ഐന ലെയറിൻ, അവൾ ഒരു ടീച്ചറാണോ. ഈസ് ഷീ എ ടീച്ചർ,
അവൾ ഒരു ടീച്ചറാണോ, അവിടെ ഈസ്റ്റാണ് അവിടുത്തെ വെർബ്, സി എന്ന് പറയുന്നത് അവിടുത്തെ സബ്ജക്റ്റാണ്, അതിന് ലെയറർ എന്ന് പറയുന്നത് അവിടുത്തെ ഒബ്ജക്റ്റാണ്. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഏകദേശം ആ ഒരു ഫോർമാറ്റൊക്കെ തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇനി യാനൈൻ ഫ്രാഗൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. വേവ് ഫ്രാഗുകളുടെ ലിസ്റ്റ് നോക്കാം. അതായത് വേവ് വോർട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ജർമ്മനിൽ നമുക്ക് തൽക്കാലം പഠിച്ചിരിക്കേണ്ട വേവ് വോർട്ടുകൾ നോക്കിയാലോ. അപ്പോൾ അത് ഇവിടെ ഒരു കുറച്ച് വേവ് വോർട്ടുകൾ കിടപ്പുണ്ട്, അതിൻ്റെ മീനിങ് സഹിതം കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മീനിങ് നിങ്ങൾ നോക്കിക്കോളുക. വാസ്, വോ, വേർ, വി, വാൻ, വാറും, വോഹർ, വോഹിൻ, വി ഫീൽ, വി ഫീലെ, വി ലാങ്, വെൽഷെ. ഇനി ഇത് വെച്ച് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇവിടെ എന്ത് വേവ് ഫ്രാഗയുടെ താഴെ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് കിടപ്പുണ്ട്. അതിനുശേഷം 3 എക്സാമ്പിൾ കിടപ്പുണ്ട്. വാസ് ഈസ് യുവർ നാമേ, വാട്ട് ഈസ് യുവർ നെയിം, താങ്കളുടെ പേരെന്താണ്. വാസിൻ്റെ മീനിങ് എന്തായിരുന്നു? വാട്ട് ഈസ് യുവർ നെയിം. വേർ സിൻസ് സി, ഹു ആർ യു, താങ്കൾ ആരാണ്. ഇവിടെ നോക്കി വേവ് വോർട്ട് വന്നു, അതിനുശേഷം വെർബ് വന്നു, അതിനുശേഷം സബ്ജക്റ്റ് വന്നു. ക്ലിയർ ആണല്ലോ. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്നു. ഇനി വോഹ കോമൻ സി, താങ്കൾ എവിടെ നിന്ന് വരുന്നു. വോഹ മീൻസ് ഫ്രം വെയർ, താങ്കൾ എവിടെ നിന്ന് വരുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് വേവ് വോർട്ട് വന്നിട്ടുണ്ട്, അതിനുശേഷം വെർബ് വന്നിട്ടുണ്ട്, അതിനുശേഷം സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. 3 ടൈപ്പ് സെൻറ്റൻസുകൾ ക്ലിയർ ആയെങ്കിൽ ഇനി കുറച്ച് യുബൂങ്ങനാണ് നിങ്ങൾക്കുള്ളത്, എക്സസൈസാണ് നിങ്ങൾക്കുള്ളത്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുടെയും WH ക്വസ്റ്റ്യൻസും അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എഴുതുക. പിന്നെ ഈ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കുറച്ച് സെൻറ്റൻസുകളുണ്ടല്ലോ, ആ സെൻറ്റൻസുകൾ നിങ്ങൾ ജർമ്മനിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് ക്ലിയർ ആയെങ്കിൽ A1-ൻ്റെ 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ് സെൻറ്റൻസുകൾ, ജർമ്മൻ സെൻറ്റൻസുകളെന്നും ആ സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുമാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ മെയിൽ ID-യിലോ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ.